ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാനി ബാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോങ് വീഡിയോ ആണ് ഇടുന്നത്. അത്ര ഇതൊന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കളിക്കും കഴിയുക, കുറച്ച് നമുക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ കൃഷിനെ പറ്റിയിട്ടാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ നമ്മുടെ കൃഷികളിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മൾ ഗിവ് അവേ തരുന്നതാണ്. അതും ഫുള്ള് ചെടികളായിരിക്കും. ചെടികൾ അങ്ങനത്തെ ഒക്കെ തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ ചുറ്റത്തുമുള്ള കുറച്ച് ചെടികളുണ്ട്, അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഗാർഡൻ പിന്നെ ഒരു ദിവസം നമ്മൾ കാണിച്ചു തരാം. ഫുള്ളായിട്ടില്ല ഗാർഡൻ്റെ ഇതൊന്നും. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഇത് ഒക്കെ നോക്കാം. അപ്പം കമോൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പേര് നമുക്കറിയില്ല. ഈ ചെടീൻ്റെ പേര് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വൈറ്റ് ഫ്ലവറൊക്കെ ആയിട്ട് വരുന്നതാണ്. പിങ്ക് ഫ്ലവറൊക്കെ വരും കേട്ടോ. പിങ്ക് ഫ്ലവർ വരുന്നുണ്ട്, വൈറ്റ് ഫ്ലവർ വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണേ. ഇത് നമ്മുടെ കഞ്ഞിക്കുറുക്കനാണ്. നല്ല ഔഷധമുള്ള ഒരു ചെടിയാണ് കേട്ടോ കഞ്ഞിക്കുറുക്കൻ. പിന്നെ ഇതെന്താണെന്ന് അറിയില്ല, ഒരു പടർന്ന് പിടിക്കുന്ന ഒരു വേവലാതി പോലത്തെ ചെടിയാണ്. ഇതിനെന്തോ ഒരു അസുഖം ഉണ്ട് തോന്നി. അടിപൊളി ചെടിയാണ് നമ്മുടെ ബോർഡറിലൊക്കെ വെക്കാൻ. ഇത് പിന്നെ ഇത് വലിയൊരു ചെടിയാവും. അപ്പോൾ ഇത് ചെറിയ ചട്ടിയാണെങ്കിൽ അതുപോലെ തന്നെ നിൽക്കും. വലിയ ചട്ടിയാണെങ്കിൽ വലുതായിരിക്കും. ഇതില്ലേ നമ്മൾ ഇങ്ങനെ ഇതാക്കാം. ഇങ്ങനെ ആക്കിയിട്ട് മണത്ത് നോക്കിയാൽ ഇല്ലേ, ഞാൻ കാണിച്ചു തരാം. മണത്ത് നോക്കിയാൽ നമ്മൾ പച്ചമാങ്ങൻ്റെ ഒരു മണമാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതാണ് അടുത്തത്. പിന്നെ ഇതാണ് നമ്മുടെ മണി പ്ലാന്റ്. മക്കളെ, ഇത് എത്ര വലിയ മണി പ്ലാന്റ് ആണെന്ന് നോക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചുറ്റും അതാ കണ്ട വലിയ ഇലകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ വേറൊരു ചെടിയാണ്. നമ്മുടെ ആദ്യ കല്ലിനോ ഒരു വെള്ളം വെച്ചാൽ ഇങ്ങനെ വെള്ളം ഇതുപോലെ നിൽക്കുന്ന അതുപോലത്തെ ചെടിയാണിത്, ചേമ്പര പോലത്തെ. അപ്പോൾ ഇത് ഈ ഒരു ചെടി കഴിഞ്ഞിട്ട് പിന്നെ വേറെ ചെടി. ഇതൊരു ചൊറിയുന്ന പോലത്തെ ചെടിയാണ്, പക്ഷേ ഇത് നല്ല ഫ്ലവർ ഉണ്ടാവും. പിന്നെ ഇത് അതിൻ്റെ ഗ്രീൻ കളർ, ഇതിന് ഒരു ഓറഞ്ച് കളർ ഫ്ലവറാണ്. ഇത് നല്ലൊരു ചെടിയാണ്, എനിക്കിഷ്ടപ്പെട്ടത്. ഇത് ബോർഡറിനൊക്കെ വെക്കുന്ന ബോർഡർ ചെടിയാണ്. ഇത് നമ്മുടെ ആനച്ചെവിയാണ്. ആനച്ചെവി നല്ലതാണ്. ഇംഗ്ലീഷിൽ നാച്ചുറൽ ബ്ലാക്സ് എന്നാണ് പറയൽ. പിന്നെ ഇതാണ് നല്ല ചെടിയാണ്. ഇത് നമ്മുടെ ഇത് നല്ലൊരു വലിയൊരു ഷെയ്ഡ് ഉള്ള ഒരു ഇതാണ്. ഇത് പിന്നെ വേറെ അതുപോലത്തെ നമ്മളെ ചേമ്പല പോലത്തെ ഒരു ചെടിയാണ് കേട്ടോ. ഇത് രണ്ട് തരം കളർ വരുന്നുണ്ട്. പിന്നെ ഒരു കളറും ഈ ഒരു കളറുമാണ്. പിന്നെ ഇതാണ് കറ്റാർവാഴ. കറ്റാർവാഴ നല്ല ഔഷധമുള്ള ചെടിയാണ്. അപ്പോൾ ഇതാണ് അടുത്ത ചെടി. പിന്നെ അടുത്ത ചെടി എന്ന് പറയുകയാണെങ്കിൽ മറ്റേ തന്നെയാണ്. പിന്നെ മണി പ്ലാന്റ്, പിന്നെ നമ്മൾ നേരത്തെ ബോർഡർ ചെടി പോലത്തെ ഉള്ള ചെടി, പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ നേരത്തെ വൈറ്റ് ചെടി ഇല്ലേണോ, അതിൻ്റെ ഒരു ബ്ലൂ നേരത്തെ പറഞ്ഞ പർപ്പിളും പിങ്കും ഒന്നും ഇല്ലാത്ത തരം പൂവാണ്. പർപ്പിളും പിങ്കും അല്ല, അങ്ങനത്തെ ഒരു കളർ പൂവാണ് പർപ്പിളും. അപ്പോൾ ഈ ഒരു ചെടി എന്ന് വെച്ചാൽ എല്ലാവർക്കും വലിയൊരു ചെടിയാണ്. ഇത് മറ്റേ ചെടിയാണ്. ഇത് പടർന്ന് പിടിക്കുന്നുണ്ട്. ഇത് കുറേ വർഷങ്ങളായി 2 വർഷമായിട്ട് കുഴിച്ചിട്ടിട്ടാണ്. പക്ഷെ ഇതുവരായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിന് വെളിച്ചം വേണം, വലിയ വെളിച്ചം വേണം. ഇത് അവിടെ കാണാൻ വലുത്. ഇത് വെളിച്ചം വേണം, വെളിച്ചം വന്നാൽ ഇതാക്കാളും. പിന്നെ ഇത് എത്രയോ കൊല്ലങ്ങളായി അറണ്ട് നിൽക്കുന്ന ഇത് നമ്മൾ കുറേ കൊല്ലങ്ങളായി. ഇതിന് സൂര്യ വെളിച്ചം വേണം, എന്നാലും ഇതാവുള്ളൂ. പിന്നെ കുറച്ച് ചെടി ഉണ്ടായാലും നമുക്ക് കുരു കുത്തിയിടണം. പിന്നെ നമ്മുടെ മണി പ്ലാന്റ്, പിന്നെ പിന്നെ അനിയൻ എന്തോ പറയാനുണ്ട്. അനിയൻ പറയാനിയൻ. ഇത് നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഒരു ചേമ്പിൻ്റെ ഒരു ചെടിയാണ്. ഇത് നമ്മൾ നല്ല ഇതാക്കുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മൾ ഇതിനൊക്കെ സഹായിക്കുമോ, കൊരൻ്റെ മരുന്ന് അതിനൊക്കെ ഇതാക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ചെടിയാണിത്. ഇത് നമ്മുടെ മണി പ്ലാന്റ്. പിന്നെ വരുന്നത് ഇതാണ് നമ്മുടെ തുളസിയാണ്. തുളസി നല്ല വലിയ ഇലയാണ് കേട്ടോ. തുളസിക്ക് നല്ല ഔഷധ ഗുണങ്ങളുണ്ട്. പിന്നെ ഇതാണ് കഞ്ഞിക്കൂർക്കനാണ്. പിന്നെ വേറെ ഇത് വയനാട്ടിലത്തെ ഒരു ഇതാണ്, മാസമാറിയാണ്. ഇതൊരു ചെടിയാണ്. ഇതെന്ന് വെച്ചാൽ 2 കളറുണ്ട്. ഒന്ന് മഴ പെയ്യുമ്പോൾ ഗ്രീൻ കളറാവും, മഴ പെയ്യാത്തപ്പോൾ ഒരു പച്ച ഷെയ്ഡ് കളറാവും കേട്ടോ. അടുത്തയിലേക്ക് പോവാം. ഇത് പിന്നെ ഇവിടെ കണ്ടോ ഈ ഓറഞ്ച് പൂവുണ്ടോ, നേരത്തെ ഞാൻ കാണിച്ചതിൻ്റെ ഓറഞ്ച് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ചെടി, അതിൻ്റെ ഓറഞ്ച്
പ്ലാന്റ്, ഇത് പിന്നെ വേറൊരു മണി പ്ലാന്റ്, ഒരു ബോർഡർ ചെടിയാണ്. നല്ല രസമുള്ള ഭയങ്കര ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത്. പിന്നെ ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ചെടിയാണ്. ഇതെന്ന് വെച്ചാൽ കുറേ ഇതിന് ഉണങ്ങിപ്പോയപ്പോൾ നമ്മൾ വെട്ടിയിട്ടതാണിത്. അപ്പോൾ ഇത് പിന്നെ വളരുന്നതാണ്, അപ്പോൾ അരണ്ട് പോവുകയാണില്ല. പിന്നെ ഇതൊരു വേറൊരു ചെടിയാണ്, അടിപൊളിയാണ്. ഇതൊരു നമ്മളല്ലേ അപ്പൂപ്പത്താടിൻ്റെ പോലത്തെ ഒരു ഫ്ലവറാണ് ഇതിന് വരുത്തിട്ടോ. അപ്പോൾ ഇത് പിന്നെ പൊന്നാങ്കണ്ണി ചീര ആണ്. ഇത് നമ്മൾ നേരത്തെ ഒരു വ്ലോഗ് ഇട്ടിരുന്നു, ആ വ്ലോഗിലാണ് പൊന്നാങ്കണ്ണി ചീര. ഇത് പിന്നെ ഒരു മാങ്ങൻ്റെതാണ്, വലിയ മരയിനും. അത് പിന്നെ പോയും ഇതിന് വരുന്നത് 499 റുപ്യാണ്. നമ്മൾ വെറും 300 റുപ്യക്ക് തരുന്നതാണ് നിങ്ങൾക്ക് ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ പേര്. പിന്നെ ഇതാണ് നമ്മുടെ ജാമ്പക്ക ഇപ്പോൾ കുഴിച്ചിട്ടതാണ്, ഇപ്പോൾ കൊണ്ടുവന്ന് ഞാൻ കുഴിച്ചിട്ടതാണ്. പിന്നെ ഇത് നമ്മൾ ഉച്ചയായ സമയത്ത് അതിനെക്കൊണ്ട് തന്നെ വെയിലുണ്ടായതിനെ കൊണ്ട് ഉണങ്ങിപ്പോയതാണ്. ഇത് നമ്മുടെ വയനാട്ടിലത്തെ ചെടിയാണ്. ഇത് പിന്നെ കുടുക്കച്ചട്ടിയിൽ ഉണ്ടാക്കിയൊരു ചെടിയാണ്. ഇത് പൂച്ച തിന്നും ഈ ചെടി. ഈ പൂച്ചക്ക് വയറുവേനൊക്കെ ആകുമ്പോൾ തിന്നുന്ന ചെടിയാണ്. ഇത് പിന്നെ മറ്റേ ചെടിയാണ് നമ്മുടെ ആ ഒരു ചെടി. ഇത് പിന്നെ നമ്മുടെ തുളസി. ഇത് വേറൊരു ചെടിയാണ്. ഇത് കുറേ ആയി ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് പറയണേ. ഇത് പിന്നെ മുളകാണ്. ഇത് പിന്നെ നമ്മുടെ കറ്റാർവായ, കുറേ കറ്റാർവായ ഉണ്ട് കേട്ടോ ഇതിൽ തന്നെ. ഇത് പിന്നെ വേറെ ചെടി. ഇത് ചട്ടി. ഇത് 3 കറ്റാർവായയാണ്. ഇത് ഈ ഒരു ഫ്ലവർ കണ്ടോ നിങ്ങൾ? എന്താ അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ലൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ചെടിയാണ്. ഇത് എന്തിനോ ഔഷധത്തിനൊക്കെ. അപ്പോൾ ഇത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പിന്നെ കഞ്ഞിക്കുറുക്കനാണ് നമ്മളുടെ. പിന്നെ വലിയൊരു മാങ്ങമരം ഉണ്ട് കേട്ടോ, വലിയൊരു മാങ്ങമരമാണ് ഇത്. വലിയൊരു മാങ്ങമരം, അതിൻ്റെ മുകളിൽ കർമൂസ ഉണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ കർമൂസ ഉണ്ട്. ഇതാണ് വലിയൊരു മാങ്ങമരമാണ്. പിന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ ഇത് മുളകാണ്. പിന്നെ ഇതാണ് ശംഖുപുഷ്പം മക്കളെ വലിയൊരു ചെടിയായി. ഉണങ്ങിപ്പോയി. ഇപ്പോൾ വെള്ളം ഒഴിച്ചാൽ എന്തിനു വളരും. ഇത് നമ്മൾ ഗിവ് അവേ തരുന്നതാണ്, 10 കിലോയ്ക്ക് കിട്ടാണ് ഗിവ് അവേ തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.